ബിഗ് ബോസ് ഹൗസിൽ പുതിയ അതിഥികൾ എത്തുന്നു. ആര്യൻ റന ഫാത്തിമ വിഷയം കത്തിക്കയറുന്നു. ബിഗ് ബോസിന് എ സർട്ടിഫിക്കറ്റ് നൽകണമോ നോക്കാം. ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് വരുന്ന ഗസ്റ്റുകൾ എന്ന് പറയുന്നത് ഷിയാസ് കരീമും ശോഭാ വിശ്വനാഥുമാണ്. ഇവർ വന്ന് 2-3 ദിവസം ഹൗസിനുള്ളിൽ കാണുമെന്നാണ് പറയുന്നത്. ഇവർ വന്നു കഴിഞ്ഞുണ്ടാകുന്ന ഇവിടുത്തെ കുറെ ചേഞ്ചസ് ഉണ്ട്. എന്തായാലും ശരി, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രൊമോയിൽ കാണുന്നത് വെച്ചിട്ട് ഇതൊരു ഹോട്ടലായി മാറും എന്നാണ് പറയുന്നത്. ഹോട്ടലായി മാറും. ബിന്നി അതിനകത്തില് കുക്ക് ആയിട്ട്, ഷെഫായിട്ട് മാറുന്നു. പിന്നെ അനുമോള് മാനേജറാകുന്നു. ജിസൈല് ഏതോ പിന്നെ സെക്യൂരിറ്റി ആകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ 2-3 ദിവസം ഇവര് ഹൗസിനുള്ളിൽ കാണുമെന്നൊക്കെയാണ് പറയുന്നത്. പ്രൊമോയില് ഇത് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. കറക്റ്റ് കാര്യങ്ങൾ വരണമെങ്കിൽ നമുക്ക് ഇന്ന് ലൈവ് ഒക്കെ കാണും. എന്തായാലും ശരി, ഇതാണ് ഒരു ബിഗ് ബോസിന് ഇതിലെ കാതലായ മാറ്റം. മറ്റു കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് സീസൺ 7 എന്ത് ഇത്ര പരാജയം, അമ്പേ പരാജയം എന്ന് പറയും. ഇത്രയും സീസണില് പല സീസണിലും പല വഴക്കുകളും പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതിനകത്തിൽ മെയിൻ ഇവരുടെയൊക്കെ ലക്ഷ്യം കോണ്ടന്റ്, വഴക്ക്, കിച്ചൺ ബേസ് ചെയ്ത് ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രശ്നം. അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, മോട്ടർ ശരിയല്ല, പുതപ്പിന് അടിയിൽ കയറി, പുതപ്പിന് മുകളിൽ കിടന്നു, കാല് പൊക്കി വെച്ചു, മോഷണം, ചപ്പാത്തി മോഷണം, തക്കാളി മോഷണം എന്ന് വേണ്ട. എന്തോ പറയാൻ, ഇതിന് 18 വയസ്സിൽ മുകളുള്ളവർ കാണുന്നതും കൂടെ ബിഗ് ബോസ് എഴുതിയാൽ നല്ലതായിരിക്കും. കാര്യം അതേ രീതിയിലാണ് കുൽസിത പ്രവർത്തികൾ മാത്രം പോകുന്ന ഒരു ബിഗ് ബോസ് ഹൗസ്. ആര്യൻ റന വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആഴ്ചത്തെ ഒരു ചർച്ചാ വിഷയമായി മാറിയേക്കാണ്. സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒന്നും ഉള്ളിൽ ധരിച്ചു പോകാനുള്ള കാര്യം, അങ്ങേര് ഒരു ഇന്റൻഷനിൽ ആണോ എന്ന് ചോദിച്ചാൽ ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് സംശയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കണം. പിന്നെ നെവിൻ ആദ്യം കട്ടിലേക്ക് കിടന്നു. അപ്പൊ നെവിനെ മാറ്റി. അതിനുശേഷം ഈ റന ഒരു ഫണ്ണായിട്ട് കയറി കിടന്നു. ആ സമയത്ത് ഇവൻ കയറി കിടക്കാൻ ഇങ്ങനെ കാല് വെച്ചു, കൈ ഇങ്ങനെ വെച്ചു എന്നുള്ള. അപ്പൊ ആ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ അത്തരം ഒരു വ്യൂ വരിക എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം സീനൊക്കെയാണ് വരുന്നത്. ഈ ബിഗ് ബോസിന്റെ ചില ആ വ്യൂ കാണും, ക്യാമറ വ്യൂ കാണുമ്പോൾ ശരിക്കും അതിനകത്തില് ബിഗ് ബോസും മുതലെടുക്കുകയാണ്. അല്ലെങ്കിൽ അതങ്ങ് ലൈവില് അതങ്ങ് മ്യൂട്ട് ചെയ്ത് വിടായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല, ബിഗ് ബോസും ചെയ്തിട്ടില്ല. എന്തായാലും ശരി, അതൊരു പ്രശ്നമായിട്ട് തന്നെ ബിഗ് ബോസിന് കിട്ടുന്നതായിരിക്കും. കാര്യം പൈസ മുടക്കി ചെയ്യുന്നതല്ല പരിപാടി. ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ കണ്ടാലല്ലേ ഉള്ളു പ്രയോജനം. എന്തായാലും ശരി, ഇതൊരു വെളിയിൽ നടക്കുന്ന പൊതുജനത്തിന്റെ പ്രവർത്തികളും പൊതുജനത്തിന്റെ കാര്യങ്ങളുമാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. പൊതുജനം ഇങ്ങനൊന്നും അല്ലല്ലോ. പൊതുജനം പല വിധത്തിലുണ്ട്. അതിനകത്തിന്റെ കുറെ ക്രിമികളും കുറെ ക്രിമിനൽസും പബ്ലിക്കിലുണ്ടല്ലോ. അതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ബിഗ് ബോസ് കൊണ്ടുവന്ന വൈൽഡ് കാർഡ്സ് ഇതുപോലെ ടോട്ടൽ പരാജയം എന്ന് പറയുന്നതാണ്. ഇന്നത്തെ രോഗസുന്ദരി ഉണ്ട് ലക്ഷ്മി ഇതിനിടയ്ക്ക് കയറി മിഴുകുന്നുണ്ട് ആര്യൻ വിഷയത്തിൽ. ഞാൻ ഇതിന്റെ എത്രയോ ചെയ്തതിന്റെ വലിയ 10 ഇരട്ടി കാര്യമാണ് ഇവിടെ നടന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം മെഴുകൽ പരിപാടിയും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് പോവുകയാണ്. ഇതിനകത്തിലെ കാര്യങ്ങൾ വല്ലതും കാതലായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. അച്ഛനും മക്കൾക്ക് ഇരുന്ന് കാണാൻ പറ്റില്ല. അതേ രീതിയിലാണ് ഓരോ ദിവസവും വർത്താനം, പൂവർത്താനം, തെറിപറച്ചില്, പിന്നെ തല്ലിത്തകർക്കല് എല്ലാമായി നടക്കുന്ന, പിന്നെ നെവിനും ഷാനവാസും കൂടെ ഫയറ്റ് മല്യാല അടുത്താണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആഹാര സാധനങ്ങൾ ബിഗ് ബോസ് കൊടുക്കുന്ന ഇവരുടെ ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നല്ലോ. ഒരെണ്ണം എടുത്തോട്ടെ. അവൻ ഇച്ചിരി തീറ്റിപ്രിയനാണ്. ലാലേട്ടൻ വരുമ്പോ തന്നെ അവൻ പിന്നെ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ അവൻ ചോദിച്ചോണ്ടിരിക്കുക, എന്തോ കഴിക്കുന്നത്, തോരനാണോന്നൊക്കെ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അവനൊരു ആ ലൈഫ് അവന്റെ അങ്ങനെയാണ്. കാണുമ്പോ അറിയാം. എപ്പോഴും തക്കാളി മോഷണം,
അല്ലെങ്കിൽ മറ്റിപ്പം ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നു, ഇപ്പൊ അവൻ പക്ഷെ കുറച്ച് ഡീസെന്റ് ആയെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ശരി, ഇതുപോലുള്ള ചെറിയ ചെറിയ കുറെ ടാസ്ക് അല്ലാത്ത ഗെയിം അല്ലാത്ത കുറെ പരിപാടികൾ നടക്കുന്നു. ഇവർക്ക് ഇതിനുള്ള ലെക്ചർ ടൈം ഇത്രയും കൊടുക്കുന്നതാണ് ബിഗ് ബോസ് ഇതിനകത്ത് പ്രശ്നം. ഇവർക്ക് കാര്യമായ രീതിയിൽ ടാസ്കിലും അതിലൊരു എൻഗേജ്ഡ് ആണെങ്കിൽ പ്രശ്നമില്ല, രാത്രി മാത്രമേ വഴക്കടിക്കത്തുള്ളൂ, അടിച്ചോട്ടം നിൽക്കണം, ക്യാമറ ഓഫ് ചെയ്താൽ മതി. ഇതൊന്നും അല്ലാതെ ഇങ്ങനെയുള്ള പ്രവർത്തികളാണ്. അപ്പോൾ ബിഗ് ബോസ് ഹൗസ് കാണാൻ ഇനിയും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം അനുവാദം കൊടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എന്റെ മാത്രം ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ കാണുന്നു? ചിലപ്പോൾ നമ്മൾ ഇതിനകത്ത് ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരെയും ഇതിനകത്ത് നമ്മളിപ്പോ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ നാളെ നമ്മൾ തിരിച്ചു പറയേണ്ട ഒരു ഗതികേടിലാണ്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അനീഷൊക്കെ ഒരുവിധം പക്വതയിലൊക്കെ പോകുന്നുണ്ട്. അനുമോടെ കൊണ്ടിട്ട് ഈ ഇതിനകത്ത് ഇന്നലെ പലതും ബിഗ് ബോസ് എപ്പിസോഡ് വന്നിട്ടില്ല. അനുമോളോടെ ചെറിയ രീതി കളികളൊക്കെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോണ്ടന്റ് എവിടെ കിട്ടുന്നു അവിടെ പിടിക്കാന്നുള്ളൂ. അതിനകത്ത് സദാചാരവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. അതായത് പേടിപ്പിച്ച കേസും പീഡിപ്പിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെ ഈ കേസിന് പേടിച്ചു പോയെന്ന് പറഞ്ഞു. ഇങ്ങനെ കയറി വന്നപ്പോ എന്റെ മനസ്സ് പതറി പേടിച്ചെന്ന് പറഞ്ഞു, പീഡിപ്പിച്ചെന്നാലും പറഞ്ഞല്ലോ കാര്യം. എന്തായാലും ശരി, മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. ഇന്നത്തെ കാര്യം ഷിയാസ് കരീമും ശോഭാ വിശ്വനാഥും ബിഗ് ബോസ് ഹൗസ് തേച്ചു മിനുക്കുമോ എന്നൊക്കെയാണ്. ലക്ഷ്മി വരുമ്പോഴേ കൊടയുന്നുണ്ട്, ലക്ഷ്മിക്കിട്ട് പണിയുന്നുണ്ട് ശോഭാ വിശ്വനാഥ്. ഈ രീതിയിലുള്ള അവരുടെ ആ കഴിഞ്ഞ ദിവസ പ്രശ്നത്തില് ആദ്യമേ കൊത്തുകൊടുക്കുന്നതാണ്. എന്തായാലും നമുക്ക് അപ്ഡേറ്റിൽ പിന്നെ കാണാം. നന്ദി, നമസ്കാരം.